ഈ ഫ്ലൈറ്റ് ടി വി കൂടി ഇങ്ങനെ ഒരു അപകടം നടന്നു, ഇന്ന നാട്ടുകാർ പുല്ലാട് സ്വദേശി ഇത് ഈ ഫ്ലൈറ്റിലുണ്ട് എന്ന് പറയുമ്പോഴും എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് പറഞ്ഞു, നിങ്ങളുടെ വീടിനടുത്താണ്, എവിടെയാണ് എന്ന് നോക്കാം. അപ്പം നമ്മളങ്ങനെ ചിന്തിക്കുന്ന പോലും ഇല്ല ഇവളാണെന്ന്. രഞ്ജിത കൊച്ചുമോള് കാര്യം തലേദിവസം പോലും ഞാനും അവളും കൂടി പുല്ലാടി ജംഗ്ഷനിൽ വെച്ച് കണ്ട് സംസാരിച്ച് പോയ വ്യക്തിയാണ്. ഇവള് UK പോയെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല. പെട്ടെന്നല്ല അപ്പോൾ ഒരു പേരുമായിട്ട് സാമ്യം ചെയ്ത് 1-2 ഫോൺ കോളുകളൊക്കെ ഞങ്ങളും ചെയ്തപ്പോഴാണ് പറയുന്നത് ഇവിടുന്ന് പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഓടി എൻ്റെ വീടിനടുത്താണ്, അവിടെ അവരുടെ വാർഡ് മെമ്പർ കൂടെ ആയിരുന്നു. അപ്പോൾ എൻ്റെ വീടിനടുത്ത് ആയതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങി അങ്ങോട്ട് നടന്ന് വീട്ടിൽ ചെന്ന് കഥവ് കൊട്ടി രഞ്ജിതയുടെ അമ്മയെ വിളിക്കുകയായിരുന്നു. ഞാൻ അപ്പോൾ എന്നോട് ചെന്ന മോനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു രഞ്ജിത പോയോന്ന് ചോദിക്കും. കൊച്ചുമോള് പോയി. ഞാൻ രഞ്ജിതയെന്നല്ല കൊച്ചുമോളെന്ന് ഞങ്ങൾ വിളിക്കും. കൊച്ചുമോള് പോയി മിനിഞ്ഞാന്ന് പോയി, ഇന്ന് അവളവിടെ ചെല്ലും എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ചോദിച്ചു എവിടുന്നാണ് ഞാൻ പോയത്. അവനെ പറഞ്ഞു അപ്പം അമ്മയ്ക്കും ചെന്നൈയിൽ നിന്ന് അങ്ങാണ്ട് അവർക്ക് അത്ര ക്ലിയർ ആയിട്ട് അറിയത്തുള്ളൂ. പക്ഷെ ഇവള് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നെടുമ്പാശ്ശേരി ചെല്ലുകയും നെടുമ്പാശ്ശേരിയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോവുകയും ചെന്നൈയിൽ നിന്നായിരിക്കും ഇനി അഹമ്മദാബാദിലേക്ക് പോയത്. അത് അത്ര വീട്ടുകാർക്ക് ആരും കൊണ്ടുവിടാൻ പോയില്ല, ഒറ്റയ്ക്കാണ് പോയത്, ട്രെയിൻ കയറിയാണ് പോയത്. അപ്പം അങ്ങനെ ആ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ചെയ്യാൻ ഇങ്ങനെ ഓരോരോ അപകടങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഓരോരോ കുടുംബങ്ങളെ ആലോചിച്ച് നോക്കുമ്പോഴാണ് ഭയങ്കര വിഷമമാവുന്നത്. ഇപ്പോൾ രഞ്ജിതയുടെ വിഷയം തന്നെയാണ്, 2 മക്കളുണ്ട്. അവരുടെ കാര്യം എന്ന് പറയുന്നത് ഇനി വളരെയധികം കഷ്ടമായിരിക്കും. എന്തെന്ന് പറഞ്ഞാൽ പോലും ഈ പേരൻസ് ഇല്ലാതെ വളരുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥയെന്ന് പറയുന്നത് വളരെ കഷ്ടമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇതാണ് കൊണ്ട് ഇവർ വേർപിരിഞ്ഞത്. ആ ഭർത്താവ് എന്ന് പറയുന്ന ആളുടെ അത്ര നല്ല ആളൊന്നുമല്ല, അയാൾക്കെതിരെ ഒരുപാട് ബാഡുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും രഞ്ജിത മരിച്ചതിന് ശേഷം 2 മക്കളെ ഏറ്റെടുക്കാൻ വരുന്നത് ആ അച്ഛൻ തന്നെ ആയിരിക്കും. പിന്നെ ഉണ്ട് ഈ നഷ്ടപരിഹാരമായിട്ട് ഒരുപാട് പൈസയൊക്കെ കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും അത് അയാളുടെ കയ്യിൽ തന്നെ ആയിരിക്കും പോകുന്നത്. അതിന് നല്ല രീതിയിലാകുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഇത്രയും നാളെ ഇവർ നിന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അമ്മൂമ്മയുടെ കൂടെ തന്നെയാണ്. അത് അമ്മൂമ്മയ്ക്കും വലിയ ശാരീരികമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവരുടെ കാര്യം എന്ന് പറയുന്നത് അത് വളരെയധികം ക്രിട്ടിക്കലാണ്. സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത് രഞ്ജിതയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് രഞ്ജിതയ്ക്ക് ഇതേ കണക്ക് ഒരു അപകടം പറ്റി, ഇതേ കണക്ക് ഒരു സംഭവം നടന്നത്. ആൾക്കാർക്ക് അത് വിശ്വസിക്കാനേ പറ്റാത്ത ഒരു അവസ്ഥയാണെന്നാണ് ഇതേ കണക്ക് അയൽവാസികളൊക്കെ പറയുന്നത്. എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ആ കുടുംബത്തിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് വളരെയധികം മോശം തന്നെയാണ്. ഒരു നെടുതൂണ് തന്നെയാണ് പോയിരിക്കുന്നത്. ഇനി എന്ത് വേണമെങ്കിലും ആ കുടുംബത്തിൽ സംഭവിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. നാളെ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ.